ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവപുത്രരാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടല്ലേ ഇനി ബാക്കിയുള്ളത്. ഇത്രയും വലിയ തോതിൽ ദൈവം പരിശുദ്ധാത്മാവിനിങ്ങനെ പ്രവഹിപ്പിക്കുമ്പോൾ, ഔട്ട് പോറിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വീകരിക്കാൻ റെഡിയാണോ? എവിടെയാണ് നമ്മുടെ മനസ്സും ഹൃദയമൊക്കെ? പരിശോധിക്കുക. ഫോർ എക്സാമ്പിൾ, വലിയൊരു മഴ പെയ്തു എന്ന് വിചാരിക്കുക. വലിയൊരു മഴ, ഔട്ട് പോറിങ്. ആ മഴയത്ത് ചിലവർ കുറേ വെള്ളം ശേഖരിക്കും, ചിലർ വീടിൻ്റെ ഉള്ളിലിരിക്കും. പുറത്ത് മഴയല്ല, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. പിന്നെ വെള്ളമില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ, സാഹചര്യം വന്നാൽ, ആ മഴയത്ത് വെള്ളം കളക്ട് ചെയ്തവർക്കുണ്ടാവും, വീടിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്യാതിരുന്നവർക്കുണ്ടാവില്ല. അതുകൊണ്ട് ഈ പെന്തക്കോസ്താ ദിനത്തിൽ 2025 ദൈവം വർഷിക്കുന്ന ഈ ഔട്ട് പോറിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഈ വലിയ പ്രവാഹം, അതിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കൂടുതൽ കൂടുതൽ സ്വീകരിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം ചൊരിയാണ്. അത് സ്വീകരിക്കാൻ ഒരുങ്ങണം, അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റില്ല. മറ്റുള്ളവരെ സ്വീകരിക്കുന്നത് നോക്കിയിരിക്കാം. ഓപ്പൺനെസ് ആൻഡ് റിസെപ്റ്റിവിറ്റി, തുറവിയും സ്വീകാര്യതയും. പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്യണം, സ്വാഗതം ചെയ്യണം.